എന്തെല്ലാ പൊന്നുമക്കളെ നമ്മൾ കേൾക്കുന്നത്. ഉയ്യൻ്റെ ഭഗവാനേ, ഒരമ്മയും മകളും കുറച്ച് ദിവസം മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാൻ ജീവൻ ഒടുക്കിയത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കഥകളായിരുന്നു. അമ്മ അങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്, അമ്മയ്ക്ക് മകളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല, അവർ രണ്ടുപേരും മരിച്ചുപോയി, ഇനി അവർ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടൊന്നും പറയില്ല എന്നുള്ള ധൈര്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ, ഭർത്താവായ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നവൻ്റെ കുടുംബം, അവൻ്റെ അനിയൻ, എല്ലാ വേട്ടാവളിയന്മാരും കൂടിയിട്ട് മുഴുവനായിട്ട് ഇങ്ങ് ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ഇവരെ അങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. അതായത് അമ്മയും മകളും എൻ്റെ ഏട്ടന് സ്വൈര്യം കൊടുത്തിട്ടില്ല, അമ്മയും മകളും അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ. ഏതായാലും പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴും ഞെട്ടിപ്പോയി. കാരണം എന്താ അറിയുക, എല്ലാ ആണുങ്ങളെയും കെട്ടിപ്പിടിച്ചിട്ടും എല്ലാ ആണുങ്ങളെയും വാരി പോന്നിട്ടുള്ള ഫോട്ടോകൾ മാത്രം. അവസാനമല്ലേ അറിയുന്നത് ഇവൻ ഗേയാന്ന് പോലും. അപ്പം ഇവനെ കൊണ്ട് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചാണ് ഈ വീട്ടുകാർ. എന്താണെന്ന് വെച്ചാൽ നീ എങ്ങനെയെങ്കിലും കെട്ടുമെന്ന്. അപ്പം 25 ദിവസം മാത്രമാണ് ഈ യുവതിയും ഇവനും ഒരുമിച്ച് താമസിച്ചത്. ഇവൻ്റെ സ്വഭാവങ്ങൾ മുഴുവൻ ആ യുവതിക്ക് അറിയാം. എന്നാൽ പിന്നെ വിട്ടുപോകല്ലേ വേണ്ടത്, അല്ലാതെ ഇമാതിരി തോന്നിവാസം കാണിക്കുകയാണോ വേണ്ടത്? ഇത്രയും സ്വത്തും കാര്യങ്ങളും ഇതൊക്കെ ഇല്ലേ? ഏതായാലും ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ ഒരുത്തിനെ കെട്ടിയിട്ട് അന്തസ്സായിട്ട് ജീവിച്ചൂടെ? എന്തിനാ ഇങ്ങനെ പോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 100-200 പവൻ അവരെ കയ്യിൽ തന്നെയുണ്ട്, അതുപോലെ തന്നെ കോടാനുകോടി റുപ്യേൻ്റെ സ്വത്തുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിച്ചിട്ടാണ് ഇപ്പം അമ്മയും മകളും പോയിരിക്കുന്നത്. അപ്പം എനിക്കിപ്പോഴും മനസ്സിലാകാത്തതാണ്. അതായത് ഒരു വീട്ടിലൊരു വെള്ളടിക്കാരനുണ്ടെങ്കിൽ അവനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ജ്യോതിഷം പറയും, കല്യാണം കഴിച്ചാൽ എല്ലാം അങ്ങ് വേദിയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടിയിട്ട് പിന്നെ പെണ്ണന്വേഷിക്കല. മുഴുക്കുടിയനായ ഇവനെ ഒരാൾക്കും നന്നാക്കാൻ കഴിയില്ല. പക്ഷെ എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നറിയാം, എവിടെയോ ജനിച്ച ഒരു പെണ്ണിനാ, ആ പെണ്ണിൻ്റെ കുടുംബത്തിലെ ചിലപ്പോൾ സാമ്പത്തിക കഷ്ടനഷ്ടങ്ങളൊക്കെ ഇവർക്ക് അറിയാതിരിക്കാം. ഏതായാലും ആ ഒരു തരത്തിൽ അങ്ങ് സ്വാധീനിക്കും പോയിട്ട്. കാരണം എന്താ, അവിടെ ചെറുക്കന് നല്ല ആദായമുണ്ട്, ചെറുക്കന് നല്ല പൈസയുണ്ട്, ചെറുക്കന് നല്ല ഇതുണ്ട്. അതുകൊണ്ട് അവൻ്റെ ഭാര്യയായിട്ട് കുറച്ചു കാലം നിന്ന് നോക്കുക, അവൻ നന്നാവും. നമ്മളെ വെള്ളം മുരളി വരെ നന്നായിട്ടില്ലേ? വെള്ളം മുരളി ഇപ്പം കോടീശ്വരനല്ലേ, നമ്മളെ സിനിമാ നിർമ്മാതാവ്. എന്ത് വെള്ളടിക്കാരനായിരുന്നു ഒരു കാലത്ത്. അതുപോലെ തന്നെയാണ് പലരുടെയും കുടുംബജീവിതം ഈ നാരായണക്കല്ലാകുന്നതെന്നേ ഞാൻ പറയുള്ളൂ. ഇതും അതുപോലെ തന്നെയാണ്. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നവന് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ വീട്ടുകാരുടെ ആ ഒരു ഇത് എന്താ പറയേണ്ടത്, കല്യാണം കഴിച്ചാൽ ഇത് ശരിയാകും എന്നുള്ളത് ഏതെങ്കിലും ഒരുത്തൻ്റെ വാക്ക്. നമുക്കറിയാലോ, കല്യാണം നടത്താനും അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകാനും ആദ്യം എല്ലാവരും പോകുന്നത് ജ്യോതിഷൻ്റെ അടുക്ക. എല്ലാവരും വിചാരം എന്ന് പറഞ്ഞാൽ ജ്യോതിഷൻ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചട്ടായി എന്നാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പണ്ട് സ്വാമിമാരെ എടുക്കാൻ പോക്കുണ്ടായിരുന്നു. ഏതോ ഒരു സിനിമയിൽ ജഗതി ഇങ്ങനെ മറ്റേ കൽപ്പനേനെ എന്തോ ചെയ്യാൻ നോക്കിയപ്പോൾ ആ സ്വാമിമാരെ എടുക്കാൻ പോക്ക് നിന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പണ്ട് എന്ത് കാര്യത്തിന് ഓടിയിട്ട് ആൾ ദൈവങ്ങൾ എടുക്കുകയാണ് പോക്ക്. അവർ കുറേ നാൾ എന്ന് പറഞ്ഞാൽ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പരാതി വന്നു. ഇപ്പം അവരുടെ അടുത്തേക്ക് ആരും പോക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാൾ പോലും ബലിയാടാകരുത്. ഏതെങ്കിലും ഒരുത്തൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ മാനസിക രോഗത്തിനോ അതിനോ ഇതിനോ പോയിട്ട് അവർ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സമ്പാദ്യമോ സ്വത്തോ ഇവർക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അയർലൻഡിൽ നല്ല പഠിത്തമുള്ളൊരു ചെക്കൻ, അതുമാത്രമല്ല അവരുടെ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ചെറുക്കൻ നല്ല സാമ്പത്തിക ശേഷീൻ്റെ വീട്ടിലാണെങ്കിൽ ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കല്യാണത്തിന് അവർ സമ്മതിച്ചിട്ടുണ്ടാവുക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എൻ്റെ പൊന്നു സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, സഹോദരന്മാരോടും കൂടി പറയുകയാണ്. കാരണം ആണായാലും പെണ്ണായാലും ഇന്നത്തെ കാലത്ത് എല്ലാവരും ഗേ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് ഓടി വന്നിട്ട് അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്കണം. അങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. ഒരു കുഞ്ഞാകട്ടെ, ചില ആൾ പറയുന്ന ഒരു കുഞ്ഞാകട്ടെ എല്ലാം ശരിയാകുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്ന പല ആണുങ്ങളും പെൺവേഷം കെട്ടി ജീവിക്കുന്നവന്മാരാണ്. അതുമാത്രമല്ല പല പെണ്ണുങ്ങളും ആൺവേഷം കെട്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നവരാണ്. അതുകൊണ്ട് ഇവറ്റകളൊന്നും ഒരാളെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. ഇതിൻ്റെ അകത്ത് നല്ല നാണയവും ഉണ്ടാവും, കള്ള നാണയവും ഉണ്ടാകും. കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ മീശയും വെച്ച് നടന്നവനായിരിക്കും രാത്രി ആകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി ഉടുത്ത് നടക്കുന്നത്. അമ്മാതിരി തോന്നിയ വാസാണ് നമ്മുടെ നാട്ടിലൊക്കെ വരുന്നതായിരുന്നു. വെച്ച് കെട്ടുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചൈനക്കാർ ഇപ്പം ഈ മറ്റേ മൊഴിയുള്ള ബ്രാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ, അല്ലാതെ വേറെ ആയിരിക്കുമല്ല. കാരണം ചില ആണുങ്ങൾക്ക് ഇതാണ് പൈസ, ജോലി ചെയ്യാതെ എങ്ങനെ ജീവിക്കാം, അങ്ങനെയാണ് നോക്കുന്നത്. പണ്ട് സലീം കുമാർ ഏതൊരു സിനിമയിൽ അങ്ങനെയാണ്. എന്താ വെച്ചാൽ തമിഴ്നാട്ടിൽ എവിടെയോ ജോലി എന്ന് പറയുന്നത്. അവിടെ എത്തിയിട്ട് ദിലീപ് അന്വേഷിച്ച് നോക്കുമ്പോഴേക്കും അവിടെ എന്താ ജോലി എന്നറിയാം. അതായത് പെൺവേഷം കെട്ടിയിട്ട് രാത്രി ആകുമ്പോഴേക്കും ചില അവന്മാരെ ഭ്രാന്ത് തീർക്കൽ, അതാണ് പരിപാടി. അപ്പം ഇങ്ങനെയുള്ള ഭ്രാന്തന്മാരുടെയും കുറേ എണ്ണം എന്താ പറയുക മാനസികപരമായിട്ടുള്ള കുറേ ടീമും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ നമ്മൾ പോയി പെടാതെ സൂക്ഷിക്കണം. പലരും എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നുള്ള ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണായാലും പെണ്ണായാലും വീട്ടിൽ നിന്ന് അമ്മ അറിയാമെന്നറിയാം. അതായത് നീ കല്യാണം അവളെ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നാളെ ഇതിൻ്റെ മുകളിൽ ഇതാക്കുമെന്ന് പറയും.
ഇത് കേട്ടപാട് എന്ത് ചെയ്യും? തള്ളേൻ്റെ കാര്യം, ഇനി തള്ളേൻ്റെ ജീവൻ പോണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും സമ്മതിക്കും. സമ്മതിച്ച് കഴിഞ്ഞാൽ അന്ന് പിന്നീടാണ് ആ ദുരിതം തുടങ്ങുക. ഇപ്പോഴുണ്ടല്ലോ ഒരെണ്ണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് വരുന്നു. പണ്ട് കല്യാണമൊക്കെ കഴിച്ചാണ്. പണ്ട് ആണായി നടക്കുമ്പോൾ കല്യാണമൊക്കെ കഴിച്ച് എന്നിട്ട് കുറച്ച് ദിവസം മറ്റേ ഭാര്യൻ്റെ കൂടെ താമസിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് ജോലി ചെയ്യണമല്ലോ. ജോലി ചെയ്താലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. എൻ്റെ പട്ടി ചെയ്യും ജോലി എന്ന് പറഞ്ഞിട്ട് അപ്പാടിനെ ഡിവോഴ്സ് ചെയ്ത് അങ്ങ് പോയിട്ട് പിന്നെ പെൺവേഷം കെട്ടിയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പഞ്ചായത്ത് അടിച്ച് നടക്കില്ല പണി. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ഉണ്ണികൃഷ്ണനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണം ഉണ്ടാകും. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതാ നാട്ടുകാരറിയാതിരിക്കാൻ വേണ്ടി ദുരിതത്തിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ഇവർക്ക് വീട്ടുകാർക്കും ചിലപ്പോൾ അറിയാം ഇവൻ ഇതേപോലെ ആണുങ്ങളോടാണ് കൂട്ട്, ഇല്ലെങ്കിൽ ആണുങ്ങളുടെ കൂടെയാണ് എന്ന് വീട്ടുകാർക്കും ചിലപ്പോൾ അറിയാൻ കഴിയും. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും മക്കളെ പിടിച്ച് കെട്ടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെ കല്യാണം വേണ്ട എന്ന് പറയുമ്പോൾ അവരെ നിർബന്ധിച്ച് കെട്ടിക്കരുത്. ആ നിർബന്ധിച്ച് കെട്ടിച്ചതുകൊണ്ട് മാത്രമാണ് ഈ അമ്മയും മകളും ഇന്ന് ഈ ജീവനോടെ ഇല്ലാത്തത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടാ, ഈ ഒരു കിട്ടിയ ചാൻസിലാണ് ഉണ്ണികൃഷ്ണൻ്റെ അനിയൻ എന്ന് പറയുന്നവൻ, ഞാൻ ആദ്യം പറഞ്ഞൊരു വ്യക്തി ഉണ്ടല്ലോ, ഇവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ അമ്മയാണ് എല്ലാത്തിലും ശത്രു, അമ്മയാണ് മകളെ വിടാത്തത്, അമ്മയാണ് മകളെ എവിടെയും വിടാതെ കൈപ്പിടിയിൽ ഒതുക്കുന്നത്. 2 ദിവസം നമ്മളെല്ലാവരും ആ തള്ളേനെ ചീത്ത പറഞ്ഞില്ലേ, ആ മരിച്ചുപോയ അമ്മേനെ ചീത്ത പറഞ്ഞില്ലേ? പക്ഷെ ഇപ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും മനസ്സിലായത്. അപ്പം ഇവൻ്റെ ജ്യേഷ്ഠൻ്റെ ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് യുവമാരെല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു നാടകമാണ് എല്ലാ കാര്യങ്ങളും അമ്മേൻ്റെ തലയിൽ കൊണ്ടിടുക. അമ്മേൻ്റെ തലയിലാവുമ്പോൾ ഇപ്പം ആരും പറഞ്ഞു വരൂലല്ലോ, അമ്മക്ക് കാര്യമായിട്ടുള്ള ബന്ധുക്കളോ ആരുമില്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറയാനുള്ള ധൈര്യവും ഇല്ല, ആരും ഉണ്ടാവില്ല. ഇവിടെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ മെഴുകാൻ വേണ്ടിയിട്ട് ഒരു അനിയനുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ്റെ അനിയൻ ഇങ്ങനെ വന്ന് മെഴുകുകയാണ്, എൻ്റെ ജ്യേഷ്ഠൻ പാവമാണ്, അവനൊരു പാവാടെ അന്ന് പറയാതെ ഭാഗ്യാടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വല്ല കുടുംബത്തിലെയും ദോഷം തീർക്കാനോ അല്ല വല്ല കുടുംബത്തിലെയും ഈ മക്കളുടെ മാനസികപരമായിട്ടുള്ള ഇങ്ങനെ അവസ്ഥ തീർക്കാനോ വേണ്ടിയിട്ട് ഒരാളുടെ ജീവൻ പോലും ഇവിടെ ബലി കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവൻ്റെ ജീവിതം നന്നാകണ്ടോ അവൻ്റെ തീരുമാനമാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറൊരു പെണ്ണല്ല അവിടെ പോയിട്ട് അവൻ്റെ ജീവിതം നന്നാകാൻ വേണ്ടിയിട്ട്. പല സ്ഥലത്തും ഉണ്ടോ ഇതൊന്നല്ല, ഇത് നാട്ടിൻപുറത്ത് ഇത് കൂടുതലാണ് എൻ്റെ അഭിപ്രായത്തിന്. കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരുത്തം ഭയങ്കരമായിട്ട് എന്നാ പറയേണ്ടത് റൗഡിത്തരായിട്ടോ പെണ്ണ് വെടിയായിട്ടോ നടക്കുന്നതായിരിക്കും. ഏതെങ്കിലും ജ്യോതിഷം പറയും കല്യാണം നിങ്ങളുടെ കഴിച്ചാ അവൻ റെഡിയാകും. പണ്ട് കുട്ടൻ തമ്പുരാൻ്റെ കഥ പറഞ്ഞില്ല, അതേപോലെയാണ് സർഗത്തിലെ കുട്ടൻ തമ്പുരാൻ അങ്ങനെയല്ലേ, മനോജ് കെ ജയൻ അവതരിപ്പിച്ച കഥാപാത്രം. കല്യാണം നിങ്ങളുടെ വേളി ഒന്നങ്ങനെ അവൻ ശരിയാവും എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് രംഭേനെ കല്യാണം കഴിപ്പിക്കുന്നതാണ്. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രംഭക്ക് എന്താ സംഭവിച്ചതെന്ന് സർഗം കണ്ടവർക്കറിയാം. ഇതുപോലെ നാട്ടിലുള്ള താന്തോന്നികളായ ചില ടീമിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടുകാർ കാണുന്ന ഒരു വിദ്യയാണ് ഈ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെരിയാവുന്നതാവട്ടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണായിരിക്കാം. പിന്നീട് ആ പെണ്ണ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കുറ്റങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ തന്തേൻ്റെയും തള്ളേൻ്റെയും മേലെ ആയിരിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവറ്റകൾ ഇങ്ങനെയാണ്, ഇവറ്റകൾ ഇതിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക ഇത് വാങ്ങിച്ചു വെച്ചത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള മെഴുകലുകളായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ, കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 വട്ടം നിങ്ങൾ ആലോചിക്കണം. ഒരുത്തൻ്റെ ഇടയ്ക്കും പോയിട്ട് ഇതുപോലെ എന്താ പറയുക പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അതും പറയാതിരിക്കാൻ വയ്യ. ചില പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൗഡിയായിട്ടും അല്ലെങ്കിൽ ജോലി ചെയ്യാതെയും കുളിക്കാതെയും നനക്കാതെയും നടക്കുന്നവനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നാൽ അതിൻ്റെ ഇതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചില കാമുകന്മാരെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ കൈവച്ചിരുന്നു പോവാറുണ്ട്. ഒരു പണിയും ഒരു വേലിയും ഒരു കൂലിയില്ലെങ്കിലും അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരികളായ കാമുകിമാരുണ്ടാകും. അവരുടെ ചെലവിൽ അവൻ്റെ റീചാർജ് നടക്കും, അവൻ്റെ വൈകുന്നേരത്തെ ചായ കൂടി നടക്കും. അതുമാത്രവുമല്ല അവന് പലതും നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ പണക്കാരിയായ കാമുകിയാണ് അവൻ്റെ കറവ പശു എന്ന് തന്നെ പറയേണ്ടി വരും, അവൻ്റെ പൊന്മുട്ടിയിരുന്ന താറാവിനെ പോലെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക. നമ്മുടെ നാട്ടിൽ ഇപ്പോഴേ ഈ ഗേകളും ബീകളും ഗീകളും ഒക്കെ ആയിട്ട് ഒരുപാടെണ്ണം ഉണ്ട്. ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണോ നമ്മുടെ നാട്? നവോത്ഥാനമല്ലേ, നടക്കട്ടെ. ബൈ.